ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചൂക്കിയാണെങ്കിൽ കിജുവിനെ വിളിക്കുന്നതും ഫോണ് കിട്ടുന്നേ ഇല്ല. ഇതേ ടൈമിൽ കിജുവിനാണെങ്കിലോ കൂളായിട്ട് അവിടെ ഇരുന്ന് വൈൻ അടിക്കുന്നത് കാണുന്ന ലീഹയാണെങ്കിൽ എടോ താൻ എന്തോ ഈ കാണിക്കുന്നത്, തനിക്ക് ടെൻഷനൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നതും തൻ്റെ ഫോണൊന്ന് തന്നേന്ന് ചോദിക്കുമ്പോൾ കിജുവിനാണെങ്കിൽ എന്തിനാ നമ്പറിന് വേണ്ടിയിട്ടാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ലീഹയാണെങ്കിൽ എടോ ഇവിടെ നിന്ന് പുറത്തിറങ്ങണ്ടേ, എൻ്റെ കയ്യിൽ ഫോണില്ല, തൻ്റെ കയ്യിലുണ്ടെങ്കിൽ തായോ എന്നൊക്കെ പറഞ്ഞ് അത് പിടിച്ചു വാങ്ങുന്നതും നോക്കുമ്പോൾ സർവീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരെയും കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവനാണെങ്കിൽ അതെ നമ്മൾ രണ്ടുപേരും ഇവിടെ കുടുങ്ങിയ കാര്യം താൻ പുറത്തു പോയിട്ട് ആരോടും പറയണ്ട, എൻ്റെ അമ്മ എങ്ങാനും പറഞ്ഞ എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ലീഹയാണെങ്കിൽ അത് ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടേന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇത് വൈൻ സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ, തണുപ്പുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വെക്കണ്ട, കാരണം എനിക്ക് ജൂക്കിയോടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ ഒരുപാട് ഡയലോഗ് അടിച്ച് നോക്കുമ്പോൾ പാവം ലീഹയാണെങ്കിൽ ഒരു ഭാഗത്ത് പോയി ചുരുണ്ടുകൂടി ഇരിക്കുന്നതാണ് കാണുന്നത്. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തണുത്തിട്ട് വയ്യ, ഇവിടെ കിടന്ന് നമ്മളെങ്ങാനും മരിക്കുമെന്ന് ചോദിക്കുന്ന ലീഹയോട് പിന്നെ മനുഷ്യൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കത്തില്ല, താനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വൈൻ അങ്ങ് എടുത്ത് കുടിക്കുക, അപ്പോൾ കുറച്ച് ചൂടൊക്കെ വരുമെന്ന് പറഞ്ഞ് സ്റ്റൈലായിട്ട് ഇവൻ്റെ കോട്ട് ഇവൾക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതുപോലെ വൈനും കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ച ആ സീനായിരിക്കും. സോക്ക് ജൂക്കിയെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും ജൂക്കിയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ വൈൻ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കുടിക്കുന്നില്ല. ഇത് കാണുന്ന സോക്കാണെങ്കിൽ എന്തേ കുടിക്കുന്നില്ലേ, നിന്റെ ദാരിദ്ര്യം ഇതുവഴി അങ്ങ് മാറി കിട്ടുമെന്ന് പറയുമ്പോൾ ജൂക്കിയാണെങ്കിലോ നിങ്ങൾക്ക് തെറ്റി, ഞാൻ അത്യാവശ്യം റിച്ച് തന്നെയാണെന്ന് പറഞ്ഞ് ഈ ഡ്രിങ്ക് ഇയാളുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സംഗിന് അങ്ങ് സന്തോഷം വരുന്നുണ്ട് കേട്ടോ. സോക്കാണെങ്കിലോ ദേഷ്യത്തിൽ ഇവളെ അടിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് വരുന്ന സംഗ് ഇവനെ തടയുന്നുണ്ടെന്ന് മാത്രമല്ല അങ്ങ് പിടിച്ചുന്തുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഓട് ബോൾ പാർട്ടീസിനൊന്നും വരാത്തത്, എല്ലാം ഇമ്മെച്ചുർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്ന സംഗിനോട് നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത്, ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസ അത് തരത്തില്ല എന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ നിന്റെ ഒരു ചില്ലി പൈസ പോലും എനിക്ക് ഡൊണേഷൻ ആയിട്ട് ആവശ്യമില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോക്കാണെങ്കിൽ എന്താ അവൾ നിന്നെ സെഡ്യൂസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പെണ്ണ് സെഡ്യൂസ് ചെയ്യാൻ മാത്രം ഞാൻ നിന്ന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് സംഘ് അങ്ങ് ചെന്ന് ഇവളെ അങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും കിളിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സംഘാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് എണീക്കുന്നത്. ജൂക്കിയുടെ ഒരു കാര്യം പോലും ഞാൻ മറന്നു പോകുന്നില്ല എന്ന് പറയുന്ന ഇവൻ പിന്നീട് ജൂക്കിയുടെ ആ ഡയറിയും ആ കാസറ്റും മറ്റും എടുത്തു നോക്കുന്നതും ആള് നല്ല ഹാപ്പി മൂഡിലായിരിക്കും. അതുപോലെ തന്നെ ജൂക്കിയെ കഴിഞ്ഞ ദിവസം ഇവൻ വീട്ടിലാക്കിയിട്ടായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കുക. ജൂക്കിയാണെങ്കിലോ ഇവൻ കൊടുത്തിട്ടുള്ള ആ കോട്ട് നോക്കി ആകെ അങ്ങ് നാണം കൊടുങ്ങുന്നതും ഇത് കാണുന്ന സിസ്റ്റർ ഇതെന്ത് പറ്റി, ആ ഫേക്ക് ബ്രെഡ് എങ്ങാനും പ്രപ്പോസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് സ്ഥലകാല ബോധം വരുന്നത്. എന്താ ആളെങ്ങാനും ചേച്ചിയെ കിസ് ചെയ്തു എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്ന ചേച്ചിയോട് അത് പിന്നെ മുഖം കണ്ടാൽ അറിയത്തില്ലേ എന്നാണ് അനിയത്തി പറയുന്നത്. അപ്പൊ ചേച്ചിയാണെങ്കിലോ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാതിരിക്കാതെ ക്ലാസ്സിൽ പോടി എന്ന് പറഞ്ഞ് ഇവന്റെ കോട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതേ ടൈമില് ഓഫീസിലേക്ക് പോകുന്ന സംഗിനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു വാക്കുപോലും പറയാതെ എങ്ങോട്ടാ പോയത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയുമെന്ന്. അപ്പം ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നീ എന്തിനിങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത്, നേരെ നോക്കി വണ്ടി ഓടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സംഘ ഫുൾ ഹാപ്പി മൂഡിലായിരിക്കും. അപ്പോൾ യാങ് ആണെങ്കിൽ രാവിലെ മുതൽ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം, അല്ല ഇന്നലെ സോക്ക് ഡൊണേഷൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ 10 ബില്യൺ തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്ന് സംഘ ചിരിച്ചുകൊണ്ട് പറയുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ 10 ബില്യൺ വേണ്ടാന്ന് വെച്ചത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണോ പറയുന്നത്, എന്താ സംഭവം, അല്ല ജൂക്കി അവിടെ വെച്ച് കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നതും സംഘാണെങ്കിൽ ജൂക്കി എന്താ എന്നെ വിളിക്കാത്തതെന്ന് പറയുന്നത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ജൂക്കി എന്തിനാ നിങ്ങളെ വിളിക്കണേന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഇനി മുതൽ വിളിക്കാൻ റീസൺ ഒക്കെ ഉണ്ടെന്ന് പറയുന്നതും ചെയർവുമൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന യാങ് ആണെങ്കിൽ അതെ അവരായിട്ടുള്ള റിലേഷൻ അതത്ര നല്ലതല്ല എന്ന് അവിടെ പറയുമ്പോൾ ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ടിന് വേണ്ടി എനിക്ക് പോകണം, താൻ എൻ്റെ കൂടെ വരേണ്ട എന്ന് യാങ്ങിനോട് അവിടെ പറയുന്നുണ്ട്. ജൂക്കി ആണെങ്കിൽ കിജുവിനെ വിളിക്കുന്നതും ഔട്ട് ഓഫ് സർവീസ് ആയിരിക്കും. ഇവളാണെങ്കിൽ നേരെ മിന്നിനെ വിളിച്ച് ഇവനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആളെവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, ഞാൻ കിട്ടുകയാണെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് മിന്നു പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ CEO ആയ കിമ്മും ലീഹയുടെ അസിസ്റ്റന്റിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവൾ എവിടെയെന്ന്. അപ്പോൾ ഇത് തന്നെയാണ് ഈ അസിസ്റ്റന്റും മറുപടി പറയുന്നത്. ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ആ വൈൻ ബാറിന്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും. ഇവർ രണ്ടുപേരും അടിച്ചു പൂസായി ഇരിക്കുന്നതാണ് ഇവർ കാണുന്നത്. നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഓഫീസിലേക്ക് വരുമ്പോൾ നഞ്ചുൻ ലീഹയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നന്നായി കുടിച്ചു, നല്ല ഹാങ് ഓവർ ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ കിമ്മ് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുന്നതും അല്ല പരിപാടിക്ക് സംഗിനെ കണ്ടോ എന്നിവൻ ചോദിക്കുമ്പോൾ എവിടെ, അതിനു മുന്നേ തന്നെ ഞാൻ റൂമിലിട്ട് പൂട്ടിയില്ലേ എന്നാണ് ഇവള് പറയുന്നത്. അതുപോലെ റൈറ്റേഴ്സ് വന്നോ അവരോട് ഉള്ളിലേക്ക് വരാൻ പറയുമെന്ന് ഇവള് പറയുന്നതും ഇത് കേൾക്കുന്ന നഞ്ചുനാണെങ്കിൽ അല്ല റൈറ്റേഴ്സും സംഗിനെയൊക്കെ പറ്റി ഇവൾ എന്താ ഈ പറയുന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഈ അസിസ്റ്റന്റ് അവിടെ പറയുന്നുണ്ട് ആളുടെ ഫസ്റ്റ് ലവിനെ തിരയുന്നുണ്ട്, ആ ഒരു ഷോയിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ റൈറ്റേഴ്സ് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ പിന്നീട് ഈ ലേഡീസിനോട്
നിങ്ങൾ സംസാരിക്കുന്നതും അന്ന് നിങ്ങൾ വന്നപ്പോൾ എനിക്ക് പരിപാടി അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് അടിപൊളിയാണെന്ന് തോന്നി. എനിക്കുണ്ടായിരുന്ന അങ്ങനെ ഒരു ക്രഷ്. സെക്കൻഡ് ഗ്രേഡിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ആൾ നല്ല ജീനിയസ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആൾ US-ലേക്ക് പോയി. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ലീഹയോട് സംഭവം കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഗ്രേഡിൽ US-ലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റെന്തെങ്കിലും ലവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ലീഹ തന്നെ ആളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഈ അടുത്തൊരു ക്വിസ് കോമ്പറ്റീഷൻ നടന്നില്ലേ, അതിൽ ആൾ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ സൺഗ്ലാസ് വെച്ചിട്ടുള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഹയാണെങ്കിൽ നിങ്ങൾ കണ്ടൂലേ, അപ്പോൾ പിന്നെ എന്താ ആളെ പിടികിട്ടിയില്ലേ, ഇനി നിങ്ങൾ അങ്ങ് കണ്ടുപിടിച്ച് പരിപാടിക്ക് കൊണ്ടുവന്ന സംഭവം എല്ലാം സെറ്റായി എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവളുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അല്ല മാഡം നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഹയാണെങ്കിൽ ആളെ മീറ്റ് ചെയ്യാൻ ഈ വഴി മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഈ ലേഡീസ് ആണെങ്കിലോ ഇവളാൾ കൊള്ളാലോ, നല്ല പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചിരിക്കുന്നത്, പക്ഷേ ആൾ വിളിച്ചാൽ വരൂ എന്നവിടെ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജോക്കി ഇവൻ്റെ കോട്ട് അയൺ ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന നഞ്ജുനാണെങ്കിൽ ഇത് സംഗിൻ്റെ കോട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോക്കി ആണെങ്കിൽ ഈ കോട്ട് കണ്ടപ്പോഴേക്കും നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടാൽ അറിയത്തില്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടാണെന്ന്. അപ്പോൾ എളുപ്പമല്ലേ എന്ന് ഇവൾ പറയുന്നുണ്ട്. അല്ല ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജോക്കി പറയുന്നത് കേട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് നഞ്ജുൻ ചോദിക്കുന്നുണ്ട്. അല്ല നീ അവിടെ ലീഹയെ കണ്ടില്ലേ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ലീഹ അതിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ജോക്കി തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നഞ്ജുനാണെങ്കിലും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു റൂമിൽ ഒരുത്തനുമായിട്ട് അറിയാതെ അങ്ങ് പൂട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അതാരെന്ന് ചോദിക്കുന്ന ജോക്കിയോട് അത് തന്നെ എനിക്ക് അറിയേണ്ടതെന്ന് ഇവൾ പറയുന്നുണ്ട്. അതുപോലെ ലീഹ സംഗിനെ ആ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ജോക്കിയോട് പറയുന്നതും അവൾ ആളും ഇടുക്കിയാണ്. സംഘ സുൻവോ ഗ്രൂപ്പിന്റെ ആളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് നല്ല കണ്ണിങ് ആയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ജോക്കിയാണെങ്കിൽ എന്നിട്ട് ആള് വരൂ എന്നവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ വരാതെ കൊറിയയിലെ തന്നെ സൂപ്പർ ഒരു സ്റ്റാർ അല്ലേ ഇവളെ വിളിച്ച് ആരെങ്കിലും വരാതിരിക്കൂ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജോക്കിയാണെങ്കിൽ ആൾക്കൊരുപാട് സമയമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നഞ്ജുനാണെങ്കിലോ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് എനിക്കൊന്നും ഇല്ല എന്ന് ഇവള് പറയുന്നതും നഞ്ജുനാണെങ്കിൽ കളിയാക്കിയിട്ട് കുശുമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിന്നാണെങ്കിൽ കിജുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലീഹയും തമ്മിൽ എന്താ എന്ന്. ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നത് ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല എന്ന് മിന്ന അവിടെ പറയുന്നുണ്ട്. അതുപോലെ ലീഹ അവളുടെ ഫസ്റ്റ് ക്രഷിനെ അന്വേഷിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവളുടെ പണ്ടത്തെ ക്ലാസ്മേറ്റിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതും ഇതാരാണെന്നറിയോ, ഇതേ ലീഹ എന്ന് പറയുമ്പോൾ ലീഹ ഒരു ചബ്ബി ഗേളായിരിക്കും. ഇത് കാണുന്ന കിജുവിന്റെ കിളി പോകുന്നുണ്ട്. ഈ ചബ്ബി ഗേളാണോ ലീഹ എന്നിവൻ ചോദിക്കുന്നതും മിന്നാണെങ്കിൽ സംഗിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്നറിയോ, അപ്പൊ ഇത് സംഗല്ലേ എന്ന് കിജു ചോദിക്കുമ്പോൾ ലീഹയുടെ ഫസ്റ്റ് ക്രഷ് സംഗാണെന്നാ പറഞ്ഞത്, മിക്കവാറും ആ പരിപാടിക്ക് സംഗ് ചേട്ടൻ വരുന്നുണ്ടായിരിക്കും എന്നിവൻ പറയുന്നത് കേട്ട് ആള് വരാന്ന് സമ്മതിച്ചു എന്ന് കിജുൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി വിളിക്കുമ്പോൾ വരാതിരിക്കൂ എന്ന് പറയുന്ന മിന്നിനോട് എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ അവിടെ നിന്നും ഓടുന്നത്. ഇതേ ടൈമിൽ ജോക്കിയാണെങ്കിൽ ഇവളുടെ സ്ക്രിപ്റ്റും ഈ കോട്ടൊക്കെ എടുത്തിട്ട് ഒരു ഗാർഡനിലേക്ക് വന്നിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. ഇവളിങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുന്നതും അതിനോടൊപ്പം തന്നെ സംഘ ഹീലിംഗ് വില്ലേജിലേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഹീലിംഗ് വില്ലേജ് അത്യാവശ്യം വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ശരിക്കും ഒരു റിസോർട്ട് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കുളമൊക്കെ ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അവിടെ ഇവൻ്റെ ടീംമേറ്റ്സ് ആയിട്ട് ഇവൻ മീറ്റിംഗ് നടത്തുന്നതും ആ ടൈമിലാണ് ജൂക്കി ഇന്ന് ഉച്ചയ്ക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് കാണുന്ന സംഘാണെങ്കിലോ ഞാൻ പുറത്താണ് സിറ്റിയുടെ, അതുകൊണ്ട് ഈവനിങ്ങിൽ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നതും ഈ മെസ്സേജ് കാണുമ്പോൾ ഇവൾക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. സംഘാണെങ്കിലോ ഇവിടെ നമുക്കൊരു ഫേക്ക് ബസ് സ്റ്റേഷൻ പണിയണം എന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുന്ന ഇവരോട് ഇവൻ പറയുന്നുണ്ട് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും ഇവിടെ വരാം, അപ്പോൾ അവരൊക്കെ സാധാരണ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ആണല്ലോ ഉപയോഗിക്കാറ്, അപ്പോൾ ഇവർക്കൊക്കെ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഈ ഫേക്ക് ബസ് സ്റ്റേഷനിൽ വരും. അപ്പം നമ്മൾ ഇവരെ സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കും. അതായത് ഇത് ജർമ്മനിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് ഇഷ്ടമാകുന്നുണ്ട്. ഇവൻ പറയുന്നത് ഇവിടെ ശരിക്കും ഒരു ഫാമിലി എൻവയോൺമെന്റ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് പോയാലും പിന്നീട് വീണ്ടും ഇവിടെ സന്ദർശിക്കാൻ അവർക്കൊന്ന് തോന്നണം. ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട്. ഇവരൊക്കെ ക്ലാപ്പ് അടിച്ചിട്ട് ഇത് പാസ്സാക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഞാൻ കേട്ടത് ശരിയാണോ ചേട്ടാ എന്ന് ചോദിച്ചു കിജുൻ വരുന്നത്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ചോദിക്കാനാ വന്നേന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ വിചാരിക്കുന്നത് തലേ ദിവസത്തെ പരിപാടിയിൽ ജൂക്കിയെ കിസ് ചെയ്ത കാര്യമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനും ജൂക്കിയും തമ്മിലെന്ന് ഇവൻ പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ അല്ല പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ ജൂക്കി അങ്ങോട്ട് കൊണ്ടുപോയി, ഞാൻ പിന്നെ അവളുടെ കാര്യം ഒന്നും അറിഞ്ഞില്ല, ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് പെൺകുട്ടിയായിട്ട് ആ റൂമിൽ ലോക്കായി പോയി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നീ ഇപ്പോഴാണോ ജൂക്കിയെ പറ്റി ചോദിക്കുന്നത്, അപ്പൊ നിനക്ക് ഇന്നലെ ഒരു ബോധം ഉണ്ടായിരുന്നില്ലേ എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ അയ്യോ ചേട്ടാ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അല്ല പറഞ്ഞതുപോലെ എനിക്ക് വല്ല ഡിമെൻഷ്യ ഉണ്ടെന്നാണ്
സമയത്താണ് ഇവൻ തന്നെ ഇവനോട് ചോദിക്കുന്നത്, അല്ല നീ ആരായിട്ട് റൂമിൽ ലോക്കായി എന്ന് ചോദിക്കുന്ന സംഗിനോട് അതാ ലീഹയായിട്ടാണ്, അതങ്ങ് പെട്ടുപോയി എന്ന് പറയുന്നതും, അതെ ഇപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഫസ്റ്റ് ക്രഷിനെ കണ്ടുപിടിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ പരിപാടി, അതിലേക്ക് ചേട്ടൻ പോകത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ടത് എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് ഉറപ്പാണ്, ഇനി പോകരുതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ, അല്ല ഞാനിങ്ങനെ TV പരിപാടിയിലേക്കൊക്കെ പോയാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതും, അത് പിന്നെ ചേട്ടൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് ഫാൻസിന് കിട്ടത്തില്ലേ, അത് മാത്രമല്ല ട്രെൻഡിങ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതും ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും, അതെനിക്ക് തീരെ താല്പര്യമില്ല എന്ന് കിജുൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ശരി ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ എന്തിനാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിജുൻ ആണെങ്കിൽ ആ ക്ലാസ് ഫോട്ടോ ഇവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഏതാണെന്ന് അറിയൂ, ഇത് ലീഹ എന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും കിജുവിനെ പോലെ തന്നെ നെട്ടുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടി എന്ന് ചോദിക്കുന്നതും ഇത് മാത്രമല്ല ഇതാരാണെന്നറിയോ, ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ഫോട്ടോ ചെയ്ത്, അതായത് ഇവളുടെ ഫസ്റ്റ് ലവ് ചേട്ടനാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ആ പരിപാടിക്ക് പോകരുതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ അങ്ങനെ വരട്ടെ, അപ്പോൾ നിനക്ക് ലീഹയോട് എന്തോ ഒരു ക്രഷ് ഉണ്ട്, അതുകൊണ്ടാണല്ലേ പോകേണ്ട എന്ന് പറയണമെന്ന് ചോദിക്കുന്ന സംഘിനോട് അയ്യോ എനിക്കൊന്നും അങ്ങനെ ഇല്ലയെന്ന് ഇവൻ പറയുന്നുണ്ട്. പക്ഷെ സംഘാണെങ്കിൽ ഇവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സീനിൽ ഒരു ഹോട്ടലിലേക്ക് കിമ്മ് വരുമ്പോൾ അവിടെ ജങ് ഒരു TV പ്രോഗ്രാമത്തെ ആളുമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് തന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ ജങ് ദേഷ്യത്തിൽ പോകുന്നതും കിമ്മാണെങ്കിൽ അയാളോട് ചോദിക്കുന്നുണ്ട് ജങ് എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അതൊരു TV പ്രോഗ്രാമിൽ ആളുടെ ഏജൻസിയിൽ നിന്നും ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആള് പണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ഇപ്പൊ തകർന്നു പോയി എന്ന് പറഞ്ഞ് എനിക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നതും, അതേത് കണ്ടസ്റ്റന്റ് എന്ന് ചോദിക്കുന്ന കിമ്മിനോട് വേറെ ആര് ജൂക്കി തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഈ ജങ് ആളൊരു മിടുക്കന, ജൂക്കിയെ മിക്കവാറും ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുമെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇത് കിമ്മിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കിമ്മാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ ഡയറക്ടർ ആണെങ്കിൽ അതെന്താ ഐഡിയ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവന്റെ ആന്റിമാരൊക്കെ കൂടി മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം അതിലൊരു ആന്റി പറയുന്നുണ്ട് ജങ് ഒരു TV ഷോയിലേക്ക് പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചെയർവുമണിനോട് ചോദിക്കുകയാണ്. അതുപോലെ 30 വയസ്സ് വരെ അവൻ നമ്മൾ പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ അവൻ ഉടനെ തന്നെ മരിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതായത് ചെയർവുമൺ അത്ര നല്ല ആളൊന്നുമല്ല. അപ്പം മറ്റൊരു ആൻറ്റി ആണെങ്കിൽ, അതായത് ബിസിനസ് പരമായിട്ട് വലിയൊരാളാണ് കാങ് എന്ന് പറയുന്നത്, അയാളുടെ മകളായിട്ട് ഇവൻ ഉടനെ ഡേറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്താലേ നമുക്ക് വലിയ ഉപകാരമൊക്കെ ഉള്ളൂ, എന്തായാലും ഇവൻ മരിക്കും, അപ്പോൾ ഇവൻ കണ്ട ആളുകളെ ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലതല്ലേ ഇയാളുടെ മകളെ ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ കാങ്ങിന്റെ മകളായിട്ട് ശരിക്കും ഡേറ്റ് ചെയ്യേണ്ടത് സംഘല്ല, പകരം കിജുവിനാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം മകന് നല്ലത് വരാനല്ലേ ചെയർവുമൺ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൻറ്റി ആണെങ്കിൽ അവൻ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അയാൾ കൂടി വിചാരിക്കണമെന്ന് അറിയാതെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷെ കാര്യം പിടിവിട്ടു പോകുമെന്ന് അറിയുന്ന ആൻറ്റി പെട്ടെന്ന് വായ പൊത്തുന്നുണ്ട്. മറ്റൊരു ആൻറ്റി ആണെങ്കിലോ അല്ല, ആ ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റായിട്ട് സംഘം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ഒപ്പിച്ചോളാം എന്ന് ആൻറ്റി അവിടെ പറയുന്നുണ്ട്. ജൂക്കിയാണെങ്കിലോ എവിടെ വെച്ചിട്ടോ മീറ്റ് ചെയ്യേണ്ടതെന്ന് ഇവന് മെസ്സേജ് അയക്കുന്നതും ഇത് വായിക്കുന്ന ഇവനാണെങ്കിൽ വീണ്ടും സ്ട്രീറ്റിൽ വെച്ചിട്ടോ ഇവൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ സ്ഥലം ഒപ്പിച്ചോടെ എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ജൂക്കി എത്തുന്നതും ഇവനാണെങ്കിലും ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. അല്ല എപ്പോഴും നിനക്ക് ഈ സ്ട്രീറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സംഗിനോട് അത് പിന്നെ എനിക്കിങ്ങനെ നടന്ന് സംസാരിക്കുന്നതാണ് ഇഷ്ടം, അതുപോലെ നടന്ന് മ്യൂസിക് കേൾക്കുന്നതും ഭയങ്കര ഇഷ്ടം, അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ എന്ന് ഇവള് പറയുന്നതും. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ അതൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോവാനല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ കോട്ടൊക്കെ ഇവർ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് സംഘ് പറയുമ്പോൾ എനിക്കൊന്നും ഇല്ല എന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ സംഘാണെങ്കിൽ 3 മണിക്കൂർ ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നത് നിന്നോട് സംസാരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം, ഒന്നില്ലെങ്കിൽ നമ്മൾ പട്ടികളല്ലല്ലോ ഇങ്ങനെ നടന്ന് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വലിച്ചുകൊണ്ട് ഒരു കഫേയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ജൂക്കി ആണെങ്കിൽ ഇന്നലെ ആക്ച്വലി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നാണക്കേടായി, ആക്ച്വലി എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവള് വിൽക്കുമ്പോൾ സംഘാണെങ്കിൽ ആ കിസ്സിനെ പറ്റിയാണോ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജൂക്കി ആണെങ്കിൽ അത് തന്നെ, നിങ്ങൾ ശരിക്കും എന്നോട് സോറി പറയണമെന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ എന്തിന്, ഞാൻ എൻ്റെ ഇഷ്ടം അവിടെ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ജൂക്കി ചോദിക്കുന്നതും അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്, ഇന്നലത്തെ ആ ഒരു കാര്യം അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എല്ലാവരും അറിയുമെന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് ഇവൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം സംഘാണെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ കിസ് ചെയ്യണം എന്നുള്ളത് എന്ത് റിലേഷൻഷിപ്പാണോ ആ റിലേഷൻഷിപ്പ് എന്ന് ഉറക്കെ പറയുന്നതും അയ്യോ ഒന്ന് പതുക്കെ പറ എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിൽ ചിരിയാണ് വരുന്നത്. നിന്നോട് കിജുനോടൊരു താല്പര്യമുണ്ട്, അത് നീ എങ്ങനെ സെറ്റാക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സംഘിനോട് സത്യം പറയട്ടെ, അതായത് നിങ്ങളെയും കിജുവിനെയും വെച്ച് നോക്കുമ്പോൾ എന്ന് ഇവള് പറയുമ്പോഴേക്കും സംഘാണെങ്കിൽ ചെവി പൊത്തുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ ഡേറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെപ്പറ്റി നീ ആലോചിക്കണം, എൻ്റെ അടുത്ത് അധികം സമയമില്ല എന്നൊന്നും പറയുന്നതും ഇവൻ്റെ അസുഖമൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്,
അപ്പോൾ ജൂക്കിയാണെങ്കിലും അത് കൊള്ളാം, എല്ലാവർക്കും ടൈം പ്രഷ്യസ് തന്നെയാണ്, മാത്രമല്ല ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു സീസണൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടൂ, അതൊക്കെ നടക്കും എന്ന് ചോദിക്കുന്ന ജൂക്കിയോട് ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമെന്നാണ് സംഘം അവിടെ പറയുന്നത്. അപ്പോൾ ജൂക്കിയാണെങ്കിൽ അതെന്താ താൻ അത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണോ, അതോ താൻ അത്രയ്ക്ക് പെട്ടെന്ന് മടുക്കൂ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നതും അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നാണ് ഇവൻ അവിടെ പറയുന്നത്. ഇവളാണെങ്കിൽ ഒരു TV പ്രോഗ്രാമിനെ പറ്റിയൊക്കെ കേട്ടല്ലോ, ലീഹയെ പറ്റിയിട്ട്, അതിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ എന്താ നിന്റെ ഒപ്പീനിയൻ എന്നവിടെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ജൂക്കിക്ക് നല്ല കുശുമ്പുണ്ടെങ്കിലും എനിക്കൊന്നും ഇല്ല എന്നുള്ള മട്ടില് താൻ എന്തിനാ ഇതിനെ പറ്റി എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പൊ സംഘാണെങ്കിൽ ആഹാ അത് കൊള്ളാം, മൂത്തവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എണീറ്റ് പോകുന്നത് അത്ര നല്ല മാനേഴ്സ് അല്ല എന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് 2 ഗേൾസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് ചോദിച്ചിട്ട്, അതായത് ഇവരിയ്ക്കുന്ന സ്പോട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും, പക്ഷേ ഈ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല, കാരണം ഈ സ്പോട്ട് അതെ ഈ കാണുന്ന ജൂക്കിയുടേതായിരിക്കും, ഇത് എപ്പോഴും റിസർവ്ഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നതും ഈ ഗേൾസ് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, നാണം കെടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാര്യമായിട്ടാണോ പറഞ്ഞത്, ഈ ഹോട്ടൽ എന്തായാലും ഞാൻ അങ്ങ് വിലക്ക് വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നീ എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഈ സ്പോട്ട് ഞാൻ റിസർവ്ഡ് ചെയ്തിട്ടുണ്ട്, ഇനി തനിക്ക് കരയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കരയാം, അതുപോലെ സ്ക്രിപ്റ്റ് ഇവിടെ വന്നിരുന്ന് വായിക്കാം, എന്തിന് ഇനി മുതൽ നമുക്ക് സ്ട്രീറ്റിൽ വെച്ചിട്ട് കണ്ടുമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, അതുപോലെ എന്നെ പറ്റിയിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്യാട്ടോ എന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് താൻ ഓട്ടോഗ്രാഫ് കൊടുത്തിട്ടുള്ളതല്ലേ, താൻ ഒരു കാര്യം ചെയ്യും, ഈ ടേബിളിൽ തൻ്റെ ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തേക്കെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ കൈപൊത്തി എന്തോ എന്ന് അവിടെ എഴുതുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് എണീറ്റ് പോകുന്നതും ഇവൻ എന്താ എഴുതിയെന്ന് നോക്കുന്ന ടൈമിൽ ചതിയൻ സംഘം എന്നായിരിക്കും എഴുതിയത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് പറഞ്ഞ് ഇവളുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ തന്നെയാണ് CEO ജങ്ങിൻ്റെ കോൾ ഇവൾക്ക് വരുന്നതും ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും ഓടുന്നുണ്ട്. സംഘാണെങ്കിലും ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ കഫയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്.